ഹായ് ഗൈസ്, ജാസിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇട്ട വീഡിയോസ് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതിൽ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു, ജാസി എന്തൊക്കെയായാലും ആ കുട്ടികൾ അത്ര മോശമായിട്ടല്ല സംസാരിക്കുന്നതെന്ന്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ പലയിടങ്ങളിലും പല വീഡിയോസിലും ആ കുട്ടി വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അത് മാത്രമല്ല കമൻറ്റ് ബോക്സിലാണെങ്കിലും വളരെ മോശമായ രീതിയിലാണ് എന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ള കുണ്ടൻ അങ്ങനെ മറ്റത് പലതും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ അത് ആ വിഷമത്തിൽ വന്നൊരു വ്യക്തിയാണ്. ഞാൻ എങ്ങനെ ജനിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഉമ്മ അനുഭവിച്ച വിഷമങ്ങൾ, ചേച്ചിമാർ അനുഭവിച്ച വിഷമങ്ങൾ, ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, നല്ല ലൈഫ് കിട്ടാത്തൊരു വിഷമങ്ങൾ. ഇപ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് നല്ലൊരു ലൈഫ്, നല്ലൊരു പാർട്ട്ണർ എല്ലാം പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട്. നല്ലൊരു ലൈഫും എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ഇതേപോലെ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അത് പിന്നീട് അറിയിക്കുമ്പോൾ എനിക്ക് തോന്നി വേണ്ട, എന്തിനാ, കാരണം അത്രയും വിഷമത്തിലൂടെ കടന്നു വന്നാൽ എനിക്കറിയാം അത് വളരെ വലിയൊരു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ലൈഫ് തരരുത് എന്നുള്ളത്. അത് ഈ ലൈഫ് മോശമായതുകൊണ്ടല്ല, നമ്മൾ അനുഭവിച്ച ആ വിഷമങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം അതിലെനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒരു സ്ത്രീയാണ്. എന്നിട്ട് പോലും ആ കുട്ടി വായെന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും വളരെ മോശമാണ്. കാരണം എന്തിനാണ് എന്നെ ഇങ്ങനെ നിരന്തരം പിന്തുടരുന്നത്, എന്താണ് ഇവരെ മോട്ടീവ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കുകയാണ് അവർ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് ഞാനൊരു മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിൽ കൊച്ചിയിലുള്ള, അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ മെസ്സേജ്. അതിൽ ഒരുപാട് പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ കൊച്ചി ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ കല്യാണം മെയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക. അതിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചാളൊക്കെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളെ സുന്ദരികളാക്കി, നിങ്ങൾ ആ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ നിങ്ങളെ സുന്ദരികളാക്കി അണിയിച്ചൊരുക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ അറിവിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഒരു ഇതിലൂടെ കടന്നു പോകുന്ന പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ഒരിക്കലും സ്ഥലത്ത് അവമാനിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അപ്പോൾ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹം കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.